നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. കാഴ്ച മറച്ചുകൊണ്ടുള്ള വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് അപകട ഭീഷണിയാകുന്നു. തൃത്തല്ലൂർ ഹൈസ്കൂളിൻ്റെ തെക്കുവശത്തുള്ള കടകളുടെ മുൻഭാഗത്താണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതുമൂലം മുളുബസാർ റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് റോഡ് മറികടന്ന് വാടനപ്പള്ളി ഭാഗത്തേക്ക് പോകാൻ കഴിയുന്നില്ല. വലിയ വാഹനങ്ങൾക്ക് ചേറ്റോ ഭാഗത്തേക്കും പോകാൻ ബുദ്ധിമുട്ടാണ്. കടകളിലേക്ക് സാധനങ്ങൾ വിതരണം ചെയ്യാൻ വരുന്ന വാഹനങ്ങൾ പകുതി റോഡിലും ബാക്കി നടവഴിയിലുമാണ് നിർത്തിയിടുന്നത്. ഇതാണ് അപകട സാധ്യതയാകുന്നത്. ഇവിടെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസിൻ്റെ സേവനം ആവശ്യമാണ്. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെടുന്നു. ആദ്യാക്ഷരം നുകരാൻ സ്കൂളിലെത്തുന്ന കുട്ടികളെ ആഹ്ലാദിപ്പിക്കുന്നതും അതിലേറെ അത്ഭുതപ്പെടുത്തുന്നതുമാണ് അന്തിക്കാട് KGM LP സ്കൂളിലെ ഒരുക്കങ്ങൾ. സ്കൂൾ ഗേറ്റ് മുതൽ കൗതുകങ്ങളാണ് സ്കൂൾ നിറയെ. സ്കൂൾ ബസിൻ്റെ മാതൃകയിലാണ് ഗേറ്റ്. മതിലിൻ്റെ ഒരു വശത്ത് ഉയർന്നു പറക്കുന്ന രീതിയിലുള്ള ഹെലികോപ്റ്ററും മറുവശത്ത് അപൂർവ ഇനം പക്ഷികളുള്ള കിളിക്കൂടുമുണ്ട്. ഫ്ലൈയിങ് ഡക്കും നാടൻ കോഴിയും മുതൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് വരെയുള്ള അലങ്കാര പക്ഷികളും ഇവിടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നു. ഗിനിപ്പന്നി, മലേഷ്യൻ മലയണ്ണാൻ തുടങ്ങിയവയും കൂട്ടത്തിലുണ്ട്. കുട്ടികൾക്കായി ഒരു മിനി പാർക്കും ഒരുക്കിയിട്ടുണ്ട്. സ്കൂൾ മുറ്റത്ത് തന്നെ ഉയരത്തിൽ ഒരുക്കിയ ഏറുമാടവും ഏറെ ആകർഷകമാണ്. 2 ആഴ്ചയിലൊരിക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഇതിൽ കയറാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. വിദ്യാലയത്തിൻ്റെ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് ട്രെയിനിൻ്റെ മാതൃകയിലാണ്. അന്തിക്കാട് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് പേര്. 5 ക്ലാസ് മുറികളുടെ പുറംഭാഗം ട്രെയിൻ കമ്പാർട്ട്മെൻറ്റ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ഭൂപ്രദേശത്തോടുകൂടി മേൽപ്പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോകും. ഈ ദൃശ്യഭംഗി ഒരുക്കിയിരിക്കുന്നത് കലാസംവിധായകനായ ഉദയൻ എടപ്പാളിൻ്റെ നേതൃത്വത്തിലാണ്. പ്രത്യേകം നിർമ്മിച്ച 100-ലധികം വലിയ പുഷ്പങ്ങൾ വിദ്യാലയത്തിൻ്റെ പുറം ചുവരുകളിൽ വെച്ച് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. പഠനത്തോടൊപ്പം ജീവജാലങ്ങളെയും പ്രകൃതിയെയും അറിയാൻ വിദ്യാർത്ഥികൾക്ക് സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യം. 123 വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് അന്തിക്കാട് KGM LP സ്കൂൾ. LKG മുതൽ 4ാം ക്ലാസ് വരെയായി 700ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. വിദ്യാലയം ഒരു പാഠപുസ്തകം എന്നതാണ് ഇവിടെ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. സ്കൂളിലെ പ്രധാന അധ്യാപകൻ ജോഷി D. കൊള്ളന്നൂർ, PTA പ്രസിഡന്റ് സലീഷ്, MPTA പ്രസിഡന്റ് അഖില തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. സ്കൂൾ തുറക്കാനായുള്ള അവസാന മിനുക്കുപണികൾക്കിടെ പരിശോധനയ്ക്കായി എത്തിയ തൃശൂർ വെസ്റ്റ് ഉപജില്ലാ ഓഫീസർ PJ ബിജു മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയിൽ നിന്നും ഫിസിക്സ് നോൺ ലീനിയർ ഡൈനാമിക്സ് വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടിയ കാഞ്ഞാണി സ്വദേശിനി ക്രിസ്റ്റി മരിയ ജോയിയെ TN പ്രതാപൻ MP ആദരിച്ചു. ഇത് സർവകലാശാലയിൽ നിന്ന് തന്നെ ഫിസിക്സിൽ ഡോക്ടറേറ്റ് നേടിയ ജിയോ സണ്ണി ഭർത്താവാണ്. DCC സെക്രട്ടറിമാരായ KK ബാബു, VG അശോകൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, പഞ്ചായത്ത് അംഗം ടോണിയ താണിക്കൽ, സോമൻ വടശ്ശേരി എന്നിവർ പങ്കെടുത്തു. കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ച മണലൂർ 6ാം വാർഡിലെ പണിക്കർ റോഡ് TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ടോണിയ താണിക്കൽ അധ്യക്ഷനായി. ചടങ്ങിൽ വെച്ച് വാർഡിലെ 200 കർഷകർക്ക് ചന്ദനത്തൈ വിതരണം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളെയും ആദരിച്ചു. സജീവ് വലിയപറമ്പിൽ, അശോകൻ പള്ളിയിൽ, ഷിജു ചിറ്റോളി, KK ബാബു, VG അശോകൻ, MV അരുൺ, ഗോപാലകൃഷ്ണൻ കണ്ണംപറമ്പിൽ, പ്രകാശൻ വാലപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. V1 ചാരിറ്റബിൾ സൊസൈറ്റി പ്രതിഭാ പുരസ്കാരവും കരയാവട്ട UP സ്കൂളിലെ കുട്ടികൾക്ക് ബാഗ് വിതരണവും നടത്തി. വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജിത്ത് പുരസ്കാര വിതരണം നടത്തി. V1 സെക്രട്ടറി KM മഹിപാൽ അധ്യക്ഷനായി. V1 പ്രസിഡന്റ് TD സ്മിത, KM അബ്ദുൽ മജീദ്, സീന ബാലൻ, ബിനോയ് ചോലയിൽ, ഹരിദാസ് രഞ്ജീവ്, സ്മിത ബാലഗോപാൽ, TV വിഷ്ണു, പ്രധാനാധ്യാപിക M സിന്ധു, സ്കൂൾ മാനേജർ ദിലീഷ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ കാലത്തെ രക്ഷിതാക്കളും കുട്ടികളും എന്ന വിഷയത്തിൽ സൈക്കോളജിസ്റ്റ് ബിദ P. ദാസ് കുട്ടികളും രക്ഷാകർത്താക്കളുമായി സംവദിച്ചു. CPM മണലൂർ സെൻറ്റർ ബ്രാഞ്ച് SSLC +2 വിഭാഗത്തിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് പുരസ്കാര വിതരണം നടത്തി. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, DYFI മേഖലാ പ്രസിഡന്റ് അരുണാനന്ദ്, MT താജൻ, MV ഭരതൻ, ആഷിഖ് ആൻഡ്രൂസ് എന്നിവർ പങ്കെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.